അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് വായിക്കാം. ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയമാകുമ്പോഴേക്കും ഭൂമിയിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഒന്നാമതായി യേശു പറഞ്ഞത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ നാളിലും ഉണ്ടാകും. നോഹപ്പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ടും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തീർന്നതിന് ശേഷം ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 32-ാം വാക്യത്തിലാണ് നാം ആദ്യം വായിച്ചു കേട്ട ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. മറ്റനേകം വിശുദ്ധന്മാർ ബൈബിളിലുണ്ട്. അബ്രഹാമിനെയോ ഇസ്ഹാക്കിനെയോ യാക്കോബിനെയോ സാറയെയോ രൂത്തിനെയോ ദാനിയേലിനെയോ ഓർക്കണമെന്നല്ല യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. പിന്നെയോ ക്ഷണനേരം കൊണ്ട് നാശത്തിൽ എത്തിച്ചേരുകയും സകല പാപികൾക്കും ദൈവഭയം ഇല്ലാത്തവർക്കും ഒരു മുന്നറിയിപ്പായി ഉപ്പുതൂണായി നിൽക്കുകയും ചെയ്യുന്ന ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ലോത്തിനോടൊപ്പം തന്നെ സോദോം ഗോമോറയുടെ നാശത്തിൽ നിന്നും രക്ഷപ്പെട്ട ലോത്തിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ പിന്നിൽ നിന്നും പുറകോട്ട് നോക്കി എന്ന പാപമാണ് അവൾ ചെയ്തത്. ഇവിടെ അനുസരണക്കേടിനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയും. തന്നെയുമല്ല, തൻ്റെ വാത്സല്യ ശിഷ്യന്മാരോടാണ് അവൻ ഈ മുന്നറിയിപ്പിൻ്റെ വാക്കുകൾ പറയുന്നത്. യേശുവിൻ്റെ സ്വഭാവം പരിശോധിച്ചാൽ അവൻ പാപികളെ സ്നേഹിക്കുന്നവനാണ്. സ്നേഹത്തിൻ്റെ നിറകുടമാണവൻ. കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്. കാണാതെ പോയ മനുഷ്യരെ തേടി രക്ഷിക്കേണ്ടതിന് താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണവൻ. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയും കുന്തം കൊണ്ട് കുത്തിയവർക്ക് വേണ്ടിയും ചങ്ക് തുളച്ചവർക്ക് വേണ്ടിയും വിലാപ്പുറം കീറി മുറിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ്റെ സ്വഭാവം ഇതൊക്കെയാണെങ്കിലും അവൻ്റെ സ്വഭാവം അവനെ ത്യജിക്കുവാൻ കഴിയുകയില്ല എങ്കിലും അവന് ശിഷ്യന്മാരോടും നമ്മോടും ഒന്നേ പറയുവാനുള്ളൂ. യേശുവിൻ്റെ രണ്ടാമത്തെ ഭൂമിയിലേക്കുള്ള വരവിൽ നോഹയുടെ കാലത്തും ലോത്തിൻ്റെ കാലത്തും നടന്ന രീതിയിലുള്ള പാപപ്രവൃത്തികൾ ഭൂമിയിൽ വ്യാപരിക്കും. ആകയാൽ എൻ്റെ വാത്സല്യ ശിഷ്യന്മാരെ, നിങ്ങൾ ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവിൻ. യേശു സ്നേഹവാനും കരുണയും സ്നേഹവും നിറഞ്ഞവനുമായിരിക്കുന്നത് കൃപായുഗമായ ഈ കാലഘട്ടത്തിലാണ്. കൃപായുഗമായ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നാം ചെയ്യുന്ന പാപങ്ങൾക്കും നാം പറയുന്ന ദൈവം വെറുക്കുന്ന വാക്കുകൾക്കും തെറ്റായ ചിന്താഗതികൾക്കും അപ്പോഴപ്പോൾ ശിക്ഷ ലഭിക്കയില്ലായിരിക്കാം. കാരണമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ദീർഘക്ഷമ തന്നെയാണ്. രണ്ടാമത്തേത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അനീതി ചെയ്യുന്നവനിനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവനിനിയും അഴുക്കാറട്ടെ, നീതിമാനിനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധനിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന കർത്താവിൻ്റെ തീരുമാനം മൂലവും ആണ്. എന്നാൽ പാപത്തിന് ശിക്ഷയുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ കൃപായുഗം അവസാനിക്കുന്നത് നാം മരിക്കുമ്പോഴോ അല്ല എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ വരുമ്പോഴോ ആണ് എന്ന് നാം മറക്കരുത്. കൃപായുഗത്തിൽ ദൈവം എല്ലാവർക്കും നല്ലവനും ദയാലുവും കരുണയും കൃപയും നിറഞ്ഞവനുമാണ്. എന്നാൽ കൃപായുഗം അവസാനിച്ചാൽ 2 വിഭാഗം ജനങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും.
രണ്ട് വിഭാഗം ജനങ്ങളായി ഭൂമിയിലെ ജനങ്ങൾ മാറും. ഒന്നാമത്തെ കൂട്ടം ആളുകൾ ദൈവത്തെ അനുസരിച്ച് സുവിശേഷം അംഗീകരിച്ചുകൊണ്ട് അശുദ്ധിയെ വെറുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവമക്കളായി തീർന്നവരും. രണ്ടാമത്തെ കൂട്ടം ആളുകൾ സകലവിധ അശുദ്ധ പാപവും ചെയ്ത് ദൈവവചനം അനുസരിക്കാതെ സകല മനുഷ്യർക്കും എതിരെ പാർത്ത് ഭൂമിയിൽ ഭീതി പരത്തുന്ന സാത്താൻ്റെ മക്കളുമായി തീരുവാനാണ് സാധ്യത. കൃപായുഗം കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചവർക്ക് ദൈവത്തിൻ്റെ കരുണയും കൃപയും ലഭിക്കുമെങ്കിലും പാപം ചെയ്ത് പിശാചിൻ്റെ മക്കൾ എന്ന പദവിയിലെത്തുന്ന ആളുകൾക്ക് അവർ സാത്താൻ്റെ പ്രവൃത്തികൾ ചെയ്തിരുന്നവർ ആകയാൽ യേശുവിൻ്റെ ജീവനിൽ നിന്നും അവർ അകന്നു പോകുന്നു. തന്നെയുമല്ല ദൈവത്തിൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞവരും ആകുന്നു. അവർ ആരുടെ പ്രവൃത്തികൾ ചെയ്തുവോ ആ പിശാച് കിടക്കുന്ന നിത്യനരകത്തിൽ അവർ എത്തിച്ചേരേണ്ടി വരും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, ഇപ്പോഴാണ് തിരഞ്ഞെടുപ്പിനുള്ള സുപ്രസാദ കാലം. നാം നമ്മുടെ സമയം വ്യർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാതെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ അടുത്തു വരേണം. ഈ വാക്കുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നുണ്ടായിരുന്ന ജനങ്ങളോട് നോഹ പ്രസംഗിച്ചുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് നോഹ പ്രസംഗിച്ചത് അതുവരെയും ഭൂമിയിൽ ഉണ്ടാകാതിരുന്ന മഴയെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചുമായിരുന്നു. അന്ന് സസ്യങ്ങൾ ദൈവം നനച്ചിരുന്നത് ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊക്കിയിട്ടായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുവരെയും മഴ പെയ്യുകയോ വെള്ളപ്പൊക്കം അവർ കാണുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നതിനാൽ അവർക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അന്നുണ്ടായിരുന്ന ജനം സകലരും തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നതിനാൽ ദൈവം ന്യായവിധിയുടെ ജലപ്രളയം വരുത്തി. അതുപോലെ തന്നെ ന്യായവിധിക്കായി വൻമഴ പെയ്യുകയും ചെയ്തു. നോഹയുടെ പെട്ടകത്തിൽ കയറിയ ആളുകളും ജീവികളും രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം വെള്ളപ്പൊക്കത്തിൽ മരിച്ചുപോയി. അതുപോലെ തന്നെയാണ് ലോത്തിൻ്റെ കാലത്തും സകല പാപികളും സോദോമിൽ നശിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്തിനോടും ഭാര്യയോടും 2 പെൺമക്കളോടും കരുണ കാണിച്ചു. ദൂതന്മാർ കൈപിടിച്ച് അവരെ സോദോമിനെ വെളിയിൽ കൊണ്ടുവന്നു. നാശപട്ടണത്തിൽ നിന്നും അവർ തങ്ങളുടെ ജീവൻ രക്ഷിച്ചതാണ്. എന്നിട്ടും ലോത്തിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ പിന്നിൽ നിന്നും പുറകോട്ട് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ മുന്നോട്ട് നോക്കുവാൻ സാധിക്കുമെന്നാണ് അവൾ ചിന്തിച്ചത്. എന്നാൽ അതിനുശേഷം അവൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കേണ്ടി വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മുടെ വിലയേറിയ ആത്മാവ് നിത്യ നരകത്തിൽ പോകാതിരിക്കുന്നതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും ദൈവകോപത്തിൻ്റെ തീച്ചുളയിൽ വെന്തെരിഞ്ഞതും. കാൽവരി ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് നാം എപ്പോഴും ഓർക്കണം. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിൽ നമുക്ക് ന്യായാധിപതിയായി പ്രത്യക്ഷപ്പെടുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ നിൽക്കുവാൻ കഴിയേണ്ടതിന് നാം ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. അവൾ ചെയ്ത തെറ്റ് പുറകോട്ട് നോക്കി എന്നതാണ്. എന്നാൽ അവൾ ദൈവത്തോട് അനുസരണക്കേടാണ് കാണിച്ചത്. അവൾ പുറകോട്ട് നോക്കി എന്ന തെറ്റാണ് ചെയ്തത് എങ്കിലും അവൾ തൻ്റെ പിന്മാറ്റ സ്വഭാവമാണ് പ്രകടമാക്കിയത്. അവൾ വിട്ടുപോകുന്നതിനെ ഓർത്തു എന്നതാണ് അവൾ ചെയ്ത തെറ്റ്. ഭക്തനായ ഒരു ഭർത്താവ് അവൾക്കുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാരുണ്ടായിരുന്നു. ശക്തമായ ദൈവത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവൾ പുറകോട്ട് നോക്കരുതെന്ന ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ നീതിമാനായ അവളുടെ ഭർത്താവിനോ ദൈവത്തിൻ്റെ ദൂതന്മാർക്കോ അവളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം അവളെ ന്യായം വിധിച്ചു. അതുകൊണ്ട് നാം എപ്പോഴും ലോത്തിൻ്റെ ഭാര്യയെ ഓർക്കണം. നാം എത്ര ഉന്നതനായിരുന്നാലും എത്ര സമ്പന്നനായിരുന്നാലും വചനത്തിൽ വലിയ പാണ്ഡിത്യം നമുക്കുണ്ടായിരുന്നാലും നാം കർത്താവിന് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും ദൈവവചനത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നമ്മെ സഹായിക്കുവാൻ ആർക്കും കഴിയാതെ വണ്ണം നാം നിത്യമായി നശിച്ചു പോകുവാനിടയാകുമെന്നാണ് യേശു നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ആകയാൽ ബൈബിൾ വായിക്കുകയും അതിന് പ്രകാരം അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ തെറ്റ് നമുക്ക് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി യേശുവിനെ ധ്യാനിച്ചുകൊണ്ടും അവനെ അനുസരിച്ചുകൊണ്ടും
ഈ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ കഴിക്കാം, നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ച് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്നു അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. കടഭാരമുള്ളവരുടെ കടഭാരം മാറ്റി കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശയും ധൈര്യം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാൻ ഇടവരാതെ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.